ബൈബിളിനെ സംബന്ധിച്ച്, നമ്മുടെ ദേവാലയങ്ങളെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ബൈബിളിനെ സംബന്ധിച്ച് സംഗീതം വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ വായിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങളാണ്. ഡേവിഡ് രാജാവിൻ്റെയും സോളമൻ രാജാവിൻ്റെയും ദൈവത്തോടുള്ള, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള സങ്കീർത്തനങ്ങൾ സംഗീത രൂപത്തിലാണ്. അപ്പം നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല എന്നെ ഈണത്തിൽ പാടണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതറിയില്ല, കാരണം ഞാൻ പാട്ട് ആസ്വദിക്കാനേ അറിയുള്ളൂ. പക്ഷേ എങ്കിലും സംഗീതത്തിലൂടെയാണ് ദാവീദ് രാജാവും സോളമൻ രാജാവും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സങ്കീർത്തനങ്ങൾ പാടിയത്. അപ്പം സങ്കീർത്തന എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം ആ സംഗീതമാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ ഒരു വിവാഹം നടക്കുമ്പോഴായാലും ശരി തന്നെ, ഒരു മരണാനന്തര ചടങ്ങുകളിലായാലും ശരി തന്നെ, ദൈവനാമത്തിലുള്ള ഗാനങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരു ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമ്മൾ ധാരാളമായി, നമ്മുടെ ടൈറ്റസ് അച്ഛൻ തന്നെ 28 കാസറ്റുകളാണ് ഇറക്കിയത്. ഞാനും അച്ഛനുമായിട്ട് പട്ടാഴിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നതെങ്കിലും അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അച്ഛനുമായിട്ട് ദീർഘമായി സംസാരിക്കുന്നതും അച്ഛൻ്റെ സംഗീതത്തിലുള്ള ആഴത്തിലുള്ള അറിവും താല്പര്യവും സംഗീതത്തോടുള്ള ആ സ്നേഹവും കലയോടുള്ള സ്നേഹവും അറിയുന്ന അദ്ദേഹത്തിൻ്റെ നടുത്തേരിലെ വീട്ടിലിരുന്ന് ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അന്ന് അച്ഛൻ അവിടെയാണ് താമസിക്കുന്നത്, കൊട്ടായക്കരയിൽ താമസം മാറുന്നതിനും. അപ്പം അച്ഛൻ ആ ഒരു സംഗീതത്തോടുള്ള താല്പര്യം, ഇപ്പം മാർക്കോ സാറിനെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം പാടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള 8 കാസറ്റുകൾ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമാണ്. എൻ്റെ അമ്മയും ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനം കേൾക്കുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് വലിയൊരു ഈ കാസറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം വലിയ പൈസ കിട്ടാത്ത സാധനമായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല, കാരണം വിറ്റ കാശ് കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം ഞാൻ വാരിക്കൊണ്ടുപോയി നോക്കുമ്പോൾ ഏറ്റവും അധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. അമ്മ തന്നെ മുറിയിൽ ഒരു ടേപ്പ് റെക്കോർഡർ വെച്ച് ഈ കാസറ്റ് ഇട്ടിങ്ങനെയാണ്. കാസറ്റ് മാറി CD ഒക്കെ വന്നിട്ടും അമ്മ കാസറ്റ് തന്നെ നിന്നു. അപ്പോൾ അത്രത്തോളം ഒരു സംഗീതത്തോടുള്ള സ്നേഹം. നമ്മൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പലപ്പോഴും നമ്മളെ മനസ്സിനെ വല്ലാതെ തൊട്ടുണർത്താറുണ്ട്. മാർക്കോസ് ചേട്ടൻ്റെ തന്നെ പാട്ട് ഇസ്രായേലിൻ നാഥനെ എന്നുള്ള പാട്ട് നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്നൊരു പാട്ടാണ്. നമ്മൾ ദൈവത്തെ ഇങ്ങനെ അടുത്തറിയുന്ന ഒരു ഫീലിംഗ്, ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ നമ്മളെ യേശുനാഥനെ ഇങ്ങനെ കെട്ടിപ്പുണരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും പലപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള പാട്ടൊക്കെ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കാറിൽ ഞാൻ കയറുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ ഹിന്ദുവായ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹം ഒരു CD-ക്കകത്ത് കംപ്ലീറ്റ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ഉടനെ അത് തന്നെ വീണ്ടും പാടും, അത് കഴിഞ്ഞ് വീണ്ടും പാടും. അങ്ങനെ ഈ CD തീരുന്നവരെയും പാടും, പിന്നെ വീണ്ടും CD ആദ്യം മുതൽ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അതൊരു മനസ്സിനെ നമ്മളെ ദൈവം എവിടം വരെ നടത്തി എന്നറിയിക്കുന്നൊരു പാട്ടാണ്. നമ്മളത് സംഗീതത്തിലൂടെ കേൾക്കുമ്പോഴാണ് ആ വരികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, നമ്മളെ എത്രത്തോളം നടത്തി എന്നുള്ളതാണ്. എപ്പോഴും ക്രിസ്തീയ ദേവാലയങ്ങളായാലും ഹിന്ദു ദേവാലയങ്ങളായാലും ഈ ദേവാലയങ്ങളിലാണ് കല രൂപപ്പെടുന്നത്. ഇപ്പോൾ സിനിമ എന്നൊക്കെ പറയുന്ന ആധുനിക യുഗത്തിൻ്റെ കലയാണെങ്കിലും നൃത്തം, നാടകം ഇതെല്ലാം തുടങ്ങുന്നത് നൃത്തവും സംഗീതവും അതിനനുസരിച്ചുള്ള നൃത്തവും എല്ലാം തുടങ്ങുന്നത് ദേവാലയങ്ങളിൽ നിന്നാണ്. നമ്മൾ സങ്കല്പം തന്നെ, താളത്തിൻ്റെ സങ്കല്പം തന്നെ ശിവൻ്റെ ഒരു നൃത്തമാണ്. ആ നൃത്തത്തിൽ ശിവൻ തുടയിൽ ഇങ്ങനെ അടിച്ചിട്ട്, ദേഷ്യം വന്നിട്ടാണ് സംഗീതം തുടങ്ങുന്നത്. കോപത്താൽ അദ്ദേഹം ജ്വലിച്ചുകൊണ്ട് തുടയിൽ ഇങ്ങനെ അടിച്ചു. അതാണ് ആദി താളം എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് സംഗീതം തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ആ സംഗീതം കാലാകാലം ഓരോ യുഗങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വാസങ്ങളിൽ ദൈവത്തെ പ്രകീർത്തിച്ച് പാടിക്കൊണ്ടാണ്, ഞാൻ പറഞ്ഞ സോളമൻ രാജാവും ഡേവിഡ് രാജാവും ഒക്കെ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി പാടിക്കൊണ്ടാണ്. അപ്പം ഈ ഒരു സംഗീത വിരുന്ന് എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ ഈ ഉത്സവ ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ ആരാധനയോടെ, അച്ഛൻ പറഞ്ഞ് 2 പാട്ട് കേൾക്കണമെന്ന്, മാർക്കോസ് ചേട്ടൻ്റെ പാട്ട് കേട്ട് ഒരുപാട് നാളെ അദ്ദേഹത്തെ ആരാധനയോടെ കണ്ടിരുന്ന ആളാണ് ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് പാടി. അപ്പം അച്ഛൻ 2 വരി പാടണമെന്ന് എനിക്ക് പാടാൻ അറിഞ്ഞൂടാ, എന്നാലും മാർക്കോസ് ചേട്ടൻ പാടിയ പാട്ട് നമുക്ക് മറക്കാനൊക്കെ ഒന്നല്ല. അത് പൂമാനമേ ഒരു രാഗമേഘം അഴകായി ഒഴുകാമഴനായി ഉയരാമഴലിയലും പൂമാനമേ ഒരു രാഗമേഘം
രണ്ടുപേരും പാടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെന്ന്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിന് ഞാൻ രണ്ടുപേരും അങ്ങ് പാടിയ പൊട്ടപ്പാട്ടാണെങ്കിലും പാടുക എന്നുള്ളത് ഇത് അവസാനം വയ്ക്കേണ്ടതാണ്. കാരണം ആളെ ഓടിക്കാനാണ്, ആൾ വല്ലാതെ കൂടുമ്പോൾ ആളെ ഓടിക്കാനാണ് നമ്മുടെ പാട്ട് വയ്ക്കേണ്ടത്. പക്ഷേ എന്നാലും ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹം പാടിയൊരു പാട്ടിൻ്റെ രണ്ടുപേരി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ പാടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ, അന്നൊക്കെ നമ്മൾ ആരാധനയോടെ കാണുന്ന ആളാണ്. കാരണം അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്, പട്ടാഴി അമ്പലത്തിൽ വന്ന് ചവിട്ട് കൊണ്ടുവന്ന് ആളുകളെ തിരക്കുകൊണ്ട് ചവിട്ട് കൊണ്ടുവന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം ഗാനമേള എന്ന് പറഞ്ഞാൽ KG മാർക്കോസാണ്. യേശുദാസ് പോലും ആയിരുന്നില്ല. യേശുദാസിൻ്റെ ഗാനമേളയൊന്നും ആർക്കും കേൾക്കാം. കാരണം ഒരുപാട് അന്നത്തെ കാലത്ത് യേശുദാസിൻ്റെ ഗാനമേള വെക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം. അന്ന് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വടയ്ക്ക് 50 പൈസ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ 2 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ നടക്കുന്നവരില്ല. പക്ഷേ അന്നത്തെ കാലത്ത് 2 ഗാനമേളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ട് ഇടവ ബഷീറിൻ്റെ ഗാനമേളയാണ്. ഇടവ ബഷീറിൻ്റെ ഗാനമേള ഇതുപോലെ ഭയങ്കര ഗാനമേള എന്ന് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കാലം കഴിഞ്ഞാൽ KG മാർക്കോസാണ് ഗാനമേള എന്ന് പറയുന്നത്. MG ശ്രീകുമാറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, KG മാർക്കോസ് വെള്ള അംബാസഡർ കാറിൽ, അന്ന് MG ശ്രീകുമാർ എന്നോട് പറഞ്ഞാണ്, അന്ന് അദ്ദേഹത്തിന് കാറില്ല. അപ്പോൾ അദ്ദേഹം പറയും, ഗണേശ KG മാർക്കോസ് വെള്ള അംബാസഡർ കാറിൽ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിറങ്ങും, എനിക്ക് പോകാൻ വണ്ടിയില്ല, തൻ്റെ വണ്ടി എന്ത് തരുമെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ വണ്ടി കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന് ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കന്ന് 2 കാറുണ്ട്. ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച് വന്ന സമയമാണ്. അങ്ങനെ ഞാൻ ഈ ഒരുപക്ഷെ സിനിമയിൽ ഞാൻ ഈ സിനിമയുടെ തുടക്കം അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ല പീക്ക് ടൈമിൽ ഞാൻ സിനിമ വരുന്നത് 83, 84 കാലഘട്ടങ്ങളിലാണ്. അന്ന് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട് സിനിമയിലുള്ള ഇന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ, SP വെങ്കടേഷ്, ഈ മ്യൂസിക് ഡയറക്ടർ ഇളയരാജ അടക്കമുള്ള ആളുകളെ എനിക്ക് നേരിട്ട് അന്ന് അടുപ്പമുണ്ട്. കാരണം ഞാൻ ഈ പാടാൻ വന്ന ആളല്ലോ. ഈ പാടാൻ വരുന്ന ആളോട് ഇവരൊരു ജാട കാണിക്കും. ഈ സംഗീത സംവിധായകർ അഭിനയിക്കാൻ വന്നവൻ്റെ അടുത്ത് ജാട കാണിക്കണം. ഇവന് നമ്മളെ ആവശ്യമില്ലല്ലോ. ഈ അഭിനയിക്കാൻ വന്നവന് സംഗീത സംവിധായകനെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറും. പക്ഷേ സംഗീതം പാടാൻ വരുന്ന ആളെ കാണുമ്പം ഒരു ജാടയൊക്കെ അവർ കാണിക്കും. പക്ഷേ നമ്മുടെ അടുത്ത് ജാട കാണിക്കില്ല. കാരണം നമ്മൾ പാടാൻ വന്ന ആളല്ല, നമുക്ക് പാടുകയും വേണ്ട, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ KG മാർക്കോസിനുള്ള ഗായകർക്ക് സിനിമയിൽ കുറേ കൂടി അവസരങ്ങളും അംഗീകാരങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര പാരയാണ് കേട്ടോ ഈ സിനിമയ്ക്കകത്ത്. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഭയങ്കര. ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പാര വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാര ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കള്ളം പറയും. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, തമ്പി കണ്ണന്താനത്തിൻ്റെ പടങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരുന്നത് ശ്രീ KG മാർക്കോസാണ്. ആരോ പറഞ്ഞു കൊടുത്തു, ഈ പ്രൊഡക്ഷൻ മാനേജർമാരെ കൊണ്ട് ഇവരാണ് തെറ്റിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ പാടാൻ വേണ്ടി, ജന്മാന്തരം പടത്തിൽ പാടാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പുറപ്പെട്ട് വരാൻ ഇരിക്കുമ്പോൾ ഈ മാനേജർ പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന് ഇന്ന് സൗകര്യമില്ല, ട്രാക്ക് എടുത്ത് നോക്കി പിന്നെ വരാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കാണത്തില്ല, എനിക്കറിയാം സിനിമയിലുള്ളവർ അങ്ങനെ പറഞ്ഞു കാണത്തില്ല. പക്ഷേ പറഞ്ഞപ്പോൾ അങ്ങേര് പിണങ്ങി, തമ്പി കണ്ണന്താനം പിണങ്ങി വേറെ ആളെ വിളിച്ച് പാട്ട് പാടിച്ചു. ഇത് ഈ നുണകൾ പറഞ്ഞ്, കള്ളങ്ങൾ പറഞ്ഞ് സിനിമയിൽ ഒരുപാട് പേരുടെ അവസരം കളയുന്ന ഒരുപാട് മാന്യന്മാരുണ്ട്. പക്ഷേ ഞാൻ സിനിമ വന്നിട്ട് 10-15 കൊല്ലം ഈ വേല വെച്ച് പുറത്താക്കിയവന്മാരുണ്ടല്ലോ, വെറുതെ കള്ളം പറഞ്ഞ ആളുകളെ വെറുതെ ഒരുമില്ല. KG മാർക്കോസിന് ഇരിക്കട്ടെ ഒരു പാര എന്നുള്ളതാണ് അങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ വേറൊരു ഗായകനൊരു പാര, അങ്ങനെ ആർക്കായാലും ഒരു പാര, നടനാകട്ടെ ഒരു പാര. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു, എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു സൈക്കോളജിയാണ്. ഒരു പടത്തിന് കഥ പറയുമ്പം സംവിധായകനെല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പം അവർ പറയും, ഈ വേഷം ഗണേഷ് കുമാറിന് കൊടുക്കാം, ഗണേഷ് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഒരു ഛേദവുമില്ല, നമ്മൾ അസൗകര്യമൊന്നുമില്ല, നമ്മുടെ ഡേറ്റിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയും, ഓ ഭയങ്കര ഉഗ്രം കഥയാണ് കേട്ടോ, ഇതുപോലൊരു കഥ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. പക്ഷേ ഈ വേഷം ഗണേഷ് കുമാർ ചെയ്താൽ എടുക്കൂ, താങ്ങൂ, ഭയങ്കര വേഷമാണ് കേട്ടോ, അത് താങ്ങൂ, വേറെ ഒരു കാര്യമില്ലേ. കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ യാതൊരു വിരോധമല്ല, വെറുതെ അവൻ ഒരു അഭിപ്രായം പറയുകയാണ്. ഏത് ഇത് താങ്ങൂ എന്ന് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും എന്നാൽ പിന്നെ താങ്ങത്തില്ല, വേറെ ആൾ കൊടുത്തേക്കാമെന്ന് പറയും. നമ്മുടെ എത്ര അവസരം വെട്ടിക്കളഞ്ഞ മാന്യന്മാരെ ഞാൻ മലയാള സിനിമയെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവനൊക്കെ പിന്നീട് ചൊറിയും കുത്തി നടക്കുന്നതും എവിടെ പോയെന്ന് പോലും അറിയാത്ത ഒരു ലോകമാണ് സിനിമ. ഈ 10-35 കൊല്ലത്തിനിടയിൽ അന്ന് പാര വെച്ച പല മിടുക്കന്മാർ, അന്ന് ഇങ്ങനെയൊക്കെ ഇച്ചിരി ഗമയിലൊക്കെ നിൽക്കും, 5-6 പണമൊക്കെ ഉണ്ട്. പക്ഷേ ഈ വേല വെച്ചവനെയൊന്നും പിന്നീട് ഈ 35 കൊല്ലം പിന്നീട് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആരും അറിയില്ല. എന്തിനിങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്നു? അങ്ങനെയൊക്കെ ഒരുപാട് പേരെ വെച്ചിട്ട് കാണും. അല്ലെങ്കിൽ KG മാർക്കോസിൻ്റെയൊക്കെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഗാനമേളയിലൂടെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഗായകൻ എന്ന നിലയിൽ നിറഞ്ഞു. മറ്റൊരു സന്തോഷം കൂടിയുണ്ട്, അദ്ദേഹം നമ്മുടെ സഭക്കാരനാണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും മകനും അതിലെ അംഗങ്ങളാണ്. എൻ്റെ അച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാർ എന്ന് പറയും. അച്ഛൻ അറിയാം, നമ്മളെ അച്ഛൻ്റെ അപ്പം പറയും. ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ അദ്ദേഹം RC ആണെന്നാണ് വിചാരിച്ചിരുന്നത്, കത്തോലിക്കനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓർത്തഡോക്സ് സഭക്കാരനാണെന്നുള്ള സന്തോഷം ഇന്ന് അച്ഛൻ പ്രസംഗിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗമാണ് അദ്ദേഹം. ഈ ഒരു നല്ല സായാഹ്നത്തിൽ നമ്മളെ
നല്ല പാട്ടുകൾ കേട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവത്തെ സ്തുതിച്ചുള്ള ഗാനങ്ങൾ ആണെങ്കിലും അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഇമ്പവും ഈണവും നമ്മളെ മനസ്സിൽ നൽകുന്നൊരു സമാധാനമുണ്ട്. ഒരു വർഷം മുഴുവൻ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളെ അതിനെല്ലാം മാറ്റാനാണ് ഈ പെരുന്നാളുകളും അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ വയ്ക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു ഇത്തരം സംഗീത വിരുന്നുകൾ, കലാപരിപാടികൾ ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെയും ദേവാലയങ്ങളുടെയും അങ്കണങ്ങളിലാണ് ഉണ്ടായത് ലോകത്ത്. ഇതെല്ലാം ഉണ്ടായത് നമ്മുടെ ഇതാണ്. അത് പിന്നീട് അതിനെ വ്യാപാരവൽക്കരിക്കുകയും കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാ കലാരൂപങ്ങളും, കഥകളിയാണെങ്കിലും നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും ഇതെല്ലാം ദേവാലയങ്ങളുടെ അങ്കണങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തെ സ്തുതിച്ച് പാടുക എന്ന് പറയുന്നത്. ആ സ്തുതിച്ച് പാടുന്ന ഗാനങ്ങൾ ആണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു നല്ല സായാഹ്നത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ കേൾക്കാനും നമ്മൾ വളരെ ഒരു ആത്മീയമായ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ, ഇനിയുള്ള നാളുകളിൽ സന്തോഷമായിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് തമ്പുരാനോട് കൃപയ്ക്കായി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ പറഞ്ഞു അതൊരു സാക്ഷ്യം പറഞ്ഞു തരട്ടെ. ഒരുപാട് വർഷത്തിന് ശേഷമാണ്, 30 വർഷം മുമ്പ് പട്ടാഴിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെ വീണ്ടും ശ്രീ KG മാർക്കോസ് കണ്ടു കഴിഞ്ഞാൽ ഒരു വയസ്സ് പോലും കൂടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഒരല്പം അസൂയ നമുക്കുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ കറക്റ്റ് അല്ലയോ? അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ കുട്ടിക്കാലത്ത് പട്ടാഴിയിൽ പോയി ചവിട്ട് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു എന്നെ വയസ്സനാക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ വയസ്സനൊന്നും ആയിട്ടില്ല. അന്ന് ഞാൻ സിനിമ 83 കാലഘട്ടങ്ങളിൽ 84 ഞാൻ സിനിമ വരുമ്പോൾ കണ്ട അതേ KG മാർക്കോസിൻ്റെ ഇതുപോലിരിക്കുന്നു. നല്ല മനസ്സുള്ളവർക്ക് വയസ്സാവില്ല എന്നാണ് പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങയുടെ ആ ഒരു എപ്പോഴും സന്തോഷമുള്ള മനസ്സിന് വയസ്സായി പോവില്ല. നമ്മൾ ദുഃഖിതനും വയസ്സനും നമ്മൾ രോഗിയുമാണെന്ന് തോന്നിയാൽ കിടപ്പായത് തന്നെ. അതുകൊണ്ട് അങ്ങനെ തോന്നരുത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു യൗവനവും ആ ശബ്ദത്തിൻ്റെ യുവത്വവും ഒക്കെ നിലനിർത്തി കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആഘോഷങ്ങൾ, നമ്മുടെ ഈ സംഗീത വിരുന്നിൻ്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിങ്ങളുടെ ഇവിടെ അനുവാദത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.